Hi all. Next topic is dependent sources. നമ്മൾ ഓൾറെഡി എലമെൻറ്റ്സ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ പഠിച്ചിട്ടുണ്ട്. പാസീവ് എലമെൻറ്റ്സ്. ആക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എനർജി സപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ്സ്, അതായത് സോഴ്സിനെയാണ് പൊതുവെ ആക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഴ്സസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താ, വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും എന്നറിയാം. വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള ബേസിക് ഇലക്ട്രിക്കലിലെല്ലാം പഠിച്ച സോഴ്സ് തന്നെ, കൊച്ചു ക്ലാസ്സിലൊക്കെ പഠിച്ച സോഴ്സ് തന്നെ. ഇതുപോലെ ഒരു സർക്കിളിനകത്ത് പ്ലസ് ആൻഡ് മൈനസ് മാർക്ക് ചെയ്തൊരു 5 വോൾട്ട്, അല്ലെങ്കിൽ സർക്കിളിനകത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു 2 ആംബിയേഴ്സ്, ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സോഴ്സസിനെയാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എനി ബ്രാഞ്ച് വോൾട്ടേജസ് ഓർ കറണ്ട്സ്. ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യില്ല. അതിനെയാണ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്. അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ്, ഐഡിയൽ കേസ്, പ്രാക്ടിക്കൽ സോഴ്സൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമ്മൾ വരുന്നത് ഡിപ്പെൻഡൻറ്റ് സോഴ്സസിലേക്കാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിനെ ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് വരയ്ക്കുന്നത്. ഒരു ഡയമണ്ട് ഷേപ്പായിരിക്കും. ഈ ഡയമണ്ട് ഷേപ്പിൽ പ്ലസ് ആൻഡ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോൾട്ടേജ് സോഴ്സാണ്. ഇതുപോലെ ഡയമണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇങ്ങനത്തെ പ്രോബ്ലംസ്. ഡയമണ്ട് ഷേപ്പിൽ ഇങ്ങനെ ആരോ ഹെഡാണ് കാണിക്കുന്നതെങ്കിൽ അത് കറണ്ട് സോഴ്സുമാണ്. അത്രയും അറിയാം ആദ്യം. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡയമണ്ട് ഷേപ്പിൽ പ്ലസ് ആൻഡ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പം ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ ആരോ ഹെഡ് ഉണ്ടാവും. അപ്പം അതാണ് വോൾട്ടേജും കറണ്ട് സോഴ്സ് തിരിച്ചറിയാനുള്ളൊരു മാർഗം. ഇനിയെന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് തന്നെ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിനകത്ത് കാണിച്ചത്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണെന്ന് മനസ്സിലാവും. ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണെന്ന് പറയുന്നത് പ്ലസ് ആൻഡ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്. ഇനി ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആരാണ് ഈ വോൾട്ടേജിനെ കൺട്രോൾ, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ കൺട്രോൾഡ് വോൾട്ടേജ്, കൺട്രോൾഡ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വോൾട്ടേജ്, ഇത് ഓഫർ ചെയ്യുന്ന വോൾട്ടേജ് ഒരു 10 വോൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ 10 വോൾട്ടിൻ്റെ സോഴ്സ്, 5 വോൾട്ടിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് 10 വോൾട്ട്, അല്ലെങ്കിൽ അത് 5 വോൾട്ട് തരുന്നൊരു സോഴ്സ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് അല്ലെങ്കിൽ കൺട്രോൾഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ദ വോൾട്ടേജ് ഓഫേർഡ് ബൈ ദിസ് സോഴ്സ് ഇസ് കൺട്രോൾഡ് ബൈ സം അതർ എലമെൻറ്റ്സ്, അല്ലെങ്കിൽ സം അതർ കറണ്ട് ഓർ വോൾട്ടേജ്. ഏതെങ്കിലും ബ്രാഞ്ചിലെയോ നോഡ് വോൾട്ടേജോ ബ്രാഞ്ച് കറണ്ട്സോ ആണ് ഈ ഒരു സോഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ, സോഴ്സിൻ്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെ കൺട്രോൾഡ് സോഴ്സസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് എന്ന് പറയും. ഇതൊരു വോൾട്ടേജ് സോഴ്സാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇത് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് 2 ക്ലാസിഫിക്കേഷനുണ്ട്. കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഉണ്ട്. ഫിഗർ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് കാണിച്ചിട്ടുണ്ട്. ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സാണ്, കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സാണ്. എന്താണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ? ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, വി സി ഇസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി എക്സ്. ഇറ്റ് മീൻസ് വി സി എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കൺട്രോൾഡ് സോഴ്സ് തരുന്ന വോൾട്ടേജ്. ഈ ഒരു സോഴ്സ് തരുന്ന, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് തരുന്ന വോൾട്ടേജ് വി സി ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വി എക്സ്. വി എക്സ് എന്ന് പറയുന്നത് ഈ സോഴ്സ് കണക്ട് ചെയ്യുന്ന ഏതോ ഒരു സർക്യൂട്ട് ബ്രാഞ്ചിലെ അല്ലെങ്കിൽ ഒരു നോഡിലെ വോൾട്ടേജാണ് വി എക്സ്. ആ വി എക്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വി സി എന്ന് പറയുന്ന വോൾട്ടേജ്, അതായത് ഈ സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വി സി വി എസ്, അതായത് വോൾട്ടേജ് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ്. വോൾട്ടേജ് സോഴ്സാണ് നമുക്ക് ഫിഗർ കണ്ടപ്പോൾ അറിയാം. വോൾട്ടേജ് കൺട്രോൾഡ് ആണോ എന്ന് ഇക്വേഷനാണ് പറയുന്നത്. വി സി ഇക്വൽ ടു ന്യൂ ഇൻറ്റു വി എക്സ് ആണ്. ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ് ഓർ കൺട്രോൾഡ് ബൈ എ വോൾട്ടേജ്. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക, വി സി ഇസ് ഈക്വൽ ടു ആർ എം ഇൻറ്റു ഐ എക്സ്. നമുക്ക് കിട്ടേണ്ടത് വോൾട്ടേജ് തന്നെയാണ്, കാരണം വോൾട്ടേജ് സോഴ്സാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ആർ എമ്മിൻ്റെ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ എക്സ്. ഐ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കറണ്ട് ത്രൂ എനി അതർ ബ്രാഞ്ച്. ഏതോ ഒരു എലമെൻറ്റിൽ കൂടെയുള്ള കറണ്ടാണ് ഐ എക്സ്. സോ ഇറ്റ് ഈസ് എ കറണ്ട് കൺട്രോൾഡ്
വോൾട്ടേജ് സോഴ്സ്. കറണ്ടാണ് ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇവിടെ വി എക്സ് ആൻഡ് ഐ എക്സ് ആർ ഡിഫൈൻഡ് ആസ് എൽസ്വെയർ ഇൻ ദ സർക്യൂട്ട്. ഏതോ ഒരു സർക്യൂട്ടിലെ ബ്രാഞ്ചിലെ കറണ്ടോ വോൾട്ടേജോ ആണ്, നമുക്കറിയില്ല. സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് പ്രോബ്ലമായിട്ട് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും എങ്ങനെയാണ് ആ കറണ്ട്, എങ്ങനെയാണ് ഒരു വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. ദെൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എൻ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. അതായത് വോൾട്ടേജിന് വ്യത്യാസമൊന്നും വരുത്തില്ല. വി ആൻഡ് ഐ വരച്ചിട്ടുണ്ട്. ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് വി സി ആണ് സപ്ലൈ ചെയ്യുന്നത്. അതാണ് വി സി ഈസ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി എക്സ്. ദെൻ കറണ്ട് കൺട്രോൾഡ് വോൾട്ടേജ് സോഴ്സ് ആകുമ്പം കറണ്ട് കൺട്രോൾസ് ദിസ് വോൾട്ടേജ് വി സി. ദെൻ ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ ഞാൻ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. ഡിപ്പെൻഡൻറ്റ് ആണോ എന്നറിയാൻ ഈ ഡയമണ്ട് ഷേപ്പാണോ നോക്കുക. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഒന്നുകിൽ ആരോ ഹെഡ് അപ്പ് ഓർ ഡൗണിലൊരു ആരോ ഹെഡ് കാണും. ആരോ ഹെഡ് പോയിൻ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കറണ്ട് സോഴ്സ് നമുക്ക് മനസ്സിലാവും. ഇനി ഈ കറണ്ട് സോഴ്സിന് സപ്ലൈ ചെയ്യുന്ന കറണ്ട്, ദിസ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ വോൾട്ടേജ് ഓർ സം അതർ കറണ്ട്. ഏതോ ബ്രാഞ്ചിലെ ഒരു വോൾട്ടേജിനെയോ അല്ലെങ്കിൽ ആ ബ്രാഞ്ച് കറണ്ടിനെയോ എന്തെങ്കിലും ഒരു എലമെൻറ്റിന് അക്രോസുള്ള വോൾട്ടേജ് ഓർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ സോഴ്സ്. സോ അതിന് രണ്ട് ക്ലാസിഫിക്കേഷൻസ് വരും. ദാറ്റ് ഈസ് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ് ആണെന്നുള്ളത് ക്ലിയർ ആണ്. ഇനി കറണ്ടാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ഐ സി ഈസ് ബീറ്റ ടൈംസ് ഐ ഇൻറ്റു എക്സ്. ബീറ്റ ഇസ് എ കോൺസ്റ്റൻറ്റ്. ഐ എക്സ് എന്ന് പറയുന്നത് ഏതോ ബ്രാഞ്ചിലെ കറണ്ടാണ്. അപ്പോൾ ഐ എക്സിനെ ആണ് കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കറണ്ട് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ദെൻ ഇത് ഒരു വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഐ സി ഈക്വൽ ടു ജി എം ഇൻറ്റു വി എക്സ്. ദറ്റ് ഈസ് ദിസ് കറണ്ട് സോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ സം വോൾട്ടേജ് വി എക്സ്, വോൾട്ടേജ് കൺട്രോൾഡ് കറണ്ട് സോഴ്സ്. ഇവിടെ നമുക്ക് മനസ്സിലാവും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചിട്ടുണ്ട്. വി സി വേഴ്സസ് ഐ വരയ്ക്കുമ്പം ഐ സി ഇസ് എ കോൺസ്റ്റൻറ്റ്. സോ ഐ സി ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു വി എക്സ് ആവാം. ഐ സി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഐ എക്സ്. വി എക്സ് ഐ എക്സ് എന്ന് പറയുന്നത് ഏതോ ബ്രാഞ്ച് വോൾട്ടേജ് ആൻഡ് കറണ്ടാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. എങ്ങനെയാണ് പ്രോബ്ലം വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നോട്ട്സ് നിങ്ങൾക്ക് അയച്ചേക്കാം.